ഇനി ഏറ്റവും പ്രധാനം, റിഫോം വരണമെങ്കിൽ, ഹിന്ദു സമൂഹത്തിനുള്ളിൽ അങ്ങനെ ഒരു പരിവർത്തനം വരണമെങ്കിൽ അത് ഹിന്ദു സമൂഹത്തിനുള്ളിൽ നിന്ന് വരട്ടെ. മുസ്ലിം സമൂഹത്തിൽ ഒരു പരിവർത്തനം വരണമെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരട്ടെ. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു പരിവർത്തനം വരണമെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരട്ടെ. വെളിയിൽ നിന്ന് ഓരോരുത്തർ വന്ന്, ഇന്നലെ ഖുഷ്ബു പറയുന്ന പോലെ, ഞാൻ നിരീശ്വരവാദിയാണ്, പക്ഷെ ഹാജി അലി കേറ്റാത്തതിന് അവിടത്തെ മുസ്ലിം സ്ത്രീകൾക്ക് വേദന ഉണ്ടാകും. ആ വേദന നൂറ്റാണ്ടുകളായിട്ടുള്ള ഞങ്ങളുടെ സ്ത്രീകളുടെ പോരാട്ടത്തിന്റെ ഫലമായി എന്റെ ഉള്ളിലേക്കും സന്നിവേശിപ്പിച്ച് ഞാൻ പോരാടാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പരിധിക്കപ്പുറം ഡെപ്ത് കിട്ടില്ല. അപ്പൊ ഹാജി, എനിക്ക് തോന്നുന്നു നമ്മുടെ ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിന്റെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, ഗംഭീരനായ ഒരു വ്യക്തിയാണ്. പുള്ളി പറഞ്ഞു, ശരി, ഹാജി അലിയില് ശരിക്കും ഈ ഹാജി അലി കയറ്റുകയൊന്നുമല്ല അവരുടെ അജണ്ട, ശബരിമലയെ കയറ്റുകയൊന്നുമല്ല അവരുടെ അജണ്ട. ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റങ്ങളെ എല്ലാം ഒന്ന് മോശമായി കാണിക്കുക, ഇതിനൊന്നും വലിയ സാങ്ക്ടിറ്റി ഒന്നുമില്ല, മാറുന്നതാണെന്ന് കാണിക്കുക, ഇതാണ് ഇതിന്റെ മുന്നിലുള്ള അജണ്ട. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും. NDTV-യിലാണ് പോയത്. NDTV ആണ് ഇന്ത്യയിലെ പ്രധാന ലെഫ്റ്റ് ലീനിങ് ചാനൽ, ടൈംസ് നൗ ആണ് വലതുപക്ഷത്തെ ചാനൽ. NDTV-യോട് പറഞ്ഞു, നിങ്ങൾ അവിടെ വന്ന് അവിടത്തെ സ്ത്രീകളോട്, ഹാജി അലിയിൽ വരുന്ന 80% സ്ത്രീകളാണ്, അവരുടെ ഒരു വോട്ടെടുപ്പ് നടത്തും. അതിലൊരു 90% പോട്ടെ, ഒരു 95% അത് വേണ്ടെന്ന് പറഞ്ഞാലെങ്കിലും നിങ്ങൾ നിർത്തുമോ? അടുത്ത വരിയാണ് പ്രധാനം. ഇല്ല, ആ 95% ബ്രെയിൻ വാഷ്ഡ് ആണ്. ഞങ്ങൾ 5% വനിതകൾ മാത്രമാണ് പുരോഗമന വനിതകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു അജണ്ടയാണ്. അതിനപ്പുറം നിങ്ങൾ അതിനെ എടുക്കരുത്. ജാതീയതയുടെ പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം. പക്ഷേ പരിവർത്തനങ്ങൾ ഉള്ളിൽ നിന്ന് വരണം. ആ ഉള്ളിൽ നിന്ന് വന്ന നവോത്ഥാനങ്ങളാണ് ഇന്ന് കാണുന്ന രീതിയിൽ മുസ്ലിം സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോയത്. മുസ്തഫ തൻവീറിന് 7 മിനിറ്റിന്റെ കൂടെ 2 മിനിറ്റ് കൂടി അധിക സമയം ഉണ്ടായിരിക്കുന്നതാണ്. എന്തായിരുന്നാലും ഗീതക്ക് മിഷണറിമാർ നൽകിയ വ്യാഖ്യാനങ്ങളെയാണ് ഞാൻ പിന്തുടരുന്നതാണ്. ശ്രീശങ്കരാചാര്യർ മിഷണറിയാണ് എന്ന് ബഹുമാനായ സുഹൃത്ത് പറയില്ല എന്ന ആത്മവിശ്വാസം എന്തായാലും ബാക്കി വെക്കുന്നു. ഗീതയിൽ 4-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനം, ചാതുർവർണ്ണം അയാസൃഷ്ടം ഗുണകർമ്മ വിഭാഷക എന്ന് പറയുന്ന വചനം, ആ വചനത്തിന് ശങ്കരാചാര്യർ നൽകിയ വ്യാഖ്യാനമാണ് ഞാൻ ഉദ്ധരിച്ചത്. ഓറിയന്റലിസ്റ്റുകൾ നൽകിയ വ്യാഖ്യാനവും മിഷണറിമാർ നൽകിയ വ്യാഖ്യാനമല്ല. ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദനെ പോലുള്ള ആളുകൾ ജാതിയെക്കുറിച്ച് പറഞ്ഞത്. ഇവരെല്ലാം മിഷണറിമാരുടെ വ്യാഖ്യാനങ്ങളെയാണ് പിന്തുടർന്നത് എന്ന് സുഹൃത്ത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. രണ്ടാമത്തെ കാര്യം, ഇവിടെ അദ്ദേഹം ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു, തലച്ചോറ് കൊണ്ടുള്ള ജോലിയെക്കുറിച്ച് പറഞ്ഞു. തലച്ചോറ് കൊണ്ടുള്ള ജോലി കൊണ്ടാണ് എങ്കിൽ തലച്ചോറ് കൊണ്ട് ജോലി ചെയ്യുന്നവരെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അവരെ ബ്രാഹ്മണർ എന്ന് വിളിക്കുകയല്ലേ ചെയ്യേണ്ടത്? നമ്മൾ മനുസ്മൃതിയിൽ ആരൊക്കെയാണ് ഏതൊക്കെ ജാതിയിലാണ് പിറക്കുക എന്ന് മനുസ്മൃതിയിലെ 10-ാമത്തെ അധ്യായത്തിൽ വിശദമായ പ്രതിപാദനങ്ങളുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞ ചാന്തോക്യോപനിഷത്തിൽ ബ്രാഹ്മണ യോനിയിൽ, ക്ഷത്രിയ യോനിയിൽ, വൈശ്യയോനിയിൽ എന്നെല്ലാം പറഞ്ഞതുപോലെ തന്നെ മനുസ്മൃതി പറയുന്നത് സങ്കരജാതികളെ കുറിച്ചാണ്. ഒരു ബ്രാഹ്മണ പുരുഷൻ ഒരു ശൂദ്ര സ്ത്രീയുമായുള്ള ലൈംഗിക വീഴ്ചയിൽ കുഞ്ഞുണ്ടായാൽ അവന്റെ ജാതി ഏതാണ്? ഇതേപോലെ നേരെ തിരിച്ചുണ്ടായാൽ ജാതി ഏതാണ്? ബ്രാഹ്മണനും വൈശ്യനും തമ്മിൽ സമ്പർക്കമുണ്ടായ അതിൽ കുഞ്ഞുണ്ടായാൽ അവന്റെ ജാതി ഏതാണ്? ഇങ്ങനെ വിശദമായി വ്യത്യസ്ത ജാതികൾ തമ്മിൽ സാധാരണ നിലയിൽ സംഭവിക്കാത്ത ബന്ധങ്ങൾ ഉണ്ടായാൽ ആ ബന്ധങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജാതി ഏതാണ് എന്ന് വളരെ വിശദമായി തന്നെ മനുസ്മൃതിയുടെ 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവിടെയെല്ലാം പ്രധാനമായും അമ്മയെ പരിഗണിച്ചുകൊണ്ട് അമ്മയുടെ ജാതി നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ ജാതി ഏതാണ് എന്ന് മനുസ്മൃതി നിശ്ചയിക്കുന്നത്. അല്ലാതെ ജനിച്ച ശേഷം അവനെടുക്കുന്ന പണി നോക്കിയിട്ടല്ല, ജനിച്ച ശേഷം തലച്ചോറ് കൊണ്ടാണോ കൈകൊണ്ടാണോ അധ്വാനിക്കുന്നത് നോക്കിയിട്ടല്ല. ഇവിടെ കൈകൊണ്ട് അധ്വാനിച്ചവരെ ക്ഷത്രിയർ എന്നും തല കൊണ്ട് അധ്വാനിച്ചവരെ ബ്രാഹ്മണർ എന്നും കാലുകൊണ്ട് അധ്വാനിച്ചവരെ ശൂദ്രർ എന്നും വിളിച്ചതല്ല. മറിച്ച് ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതമ്മയുടെ ഏതച്ഛന്റെ മകനായിട്ടാണ് പിറന്നത് എന്ന് നോക്കിയിട്ടാണ് ഈ വിളിപ്പേര് മുഴുവൻ ഉണ്ടായത്. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് സുഹൃത്ത് പ്രതികരിക്കാത്തതെന്ന് അറിഞ്ഞൂടാ. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ്? ശ്രീകൃഷ്ണൻ OBC ആണ് എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ വളരെ അനാക്രോണിക്കായി ഇന്നത്തെ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഇന്ന് നിലനിൽക്കുന്ന ഒരു യാദവ ജാതിയെയും ആ യാദവ ജാതിയെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള OBC എന്ന ടേമിനെയും കൃഷ്ണൻ എന്നൊരു മിത്തിലേക്ക് കൊണ്ടുപോവുകയും ആ കാലഘട്ടത്തിൽ അത് അതേപോലെ പ്രചരിപ്പിക്കുകയും ശ്രീകൃഷ്ണൻ ഒരു താഴ്ന്ന ജാതിക്കാരനായിരുന്നു എന്ന് പറയുകയുമെല്ലാം ചെയ്താൽ ഇവിടെ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ചരിത്ര കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയല്ല എന്നും ആ മിത്ത് എങ്ങനെയാണ് വളർന്നു വന്നത് എന്നതിനെ കുറിച്ചുമുള്ള വിശദമായ പഠനങ്ങൾ
ചരിത്രകാരന്മാരുടേതായിട്ടുണ്ട്. അത് നമ്മൾ പരിഗണിക്കുക. ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ചതിന്റെ എത്രയോ വിപരീതമായ കഥകൾ എനിക്ക് പറയാൻ കഴിയും. പുരാണങ്ങളിൽ നിന്ന് എത്രയോ കഥകൾ. ഇവിടെ പോലും വ്യാസനെ കുറിച്ച് പറഞ്ഞു. കൃഷ്ണദ്വൈപായനൻ ആയ മഹാഭാരതത്തിൽ ഒരു കഥാപാത്രമായി തന്നെ കടന്നു വരുന്ന വ്യാസനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വ്യാസന്റെ അച്ഛനും അമ്മയും ആരാണ്? എങ്ങനെയാണ് വ്യാസൻ ഒരു മുക്കുവ കുടിലിൽ ജനിച്ചത്? അദ്ദേഹം വിശദീകരിക്കട്ടെ, അദ്ദേഹം പറയട്ടെ. ആരാണ് വ്യാസന്റെ അച്ഛൻ, ആരാണ് വ്യാസന്റെ അമ്മ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജനനം ഒരു മുക്കുവ കുടിലായി മാറിയത്, അതിന്റെ പിന്നിലുള്ള ശാപത്തിന്റെ കഥ എന്താണ്, അദ്ദേഹത്തിന്റെ അമ്മയുടെയും അച്ഛന്റെയും യഥാർത്ഥത്തിലുള്ള ലീനിയേജ് എന്താണ്, ലോ കാസ്റ്റ് ലീനിയേജ് ആണോ അല്ലല്ലോ, അത് വിശദീകരിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. അവിടെ ഹൈകാസ്റ്റ് ലീനിയേജിൽ നിന്ന് തന്നെ വളരെ ചില വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ഒരു മുക്കുവ കുടുംബത്തിൽ ജനിച്ചുപോയ വ്യാസൻ, പക്ഷേ ആ വ്യാസൻ ഇപ്പോഴും ബ്രാഹ്മണനല്ല എന്ന് സുഹൃത്ത് പറയുന്നു. അവിടെയാണ് പ്രശ്നം. കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകേണ്ടതെങ്കിൽ എന്തുകൊണ്ട് മുക്കുവ കുടിലിൽ മുക്കുവ സ്ത്രീയുടെ മകനായി ജനിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഇപ്പോഴും നമ്മൾ പറയുന്നു മുക്കുവ സ്ത്രീയുടെ മകനായ വ്യാസൻ, ആ വ്യാസൻ ഇതെല്ലാം ചെയ്തില്ലേ, അദ്ദേഹം ബ്രാഹ്മണനല്ലാതിരുന്നിട്ടും. അപ്പോൾ കർമ്മം കൊണ്ടാണ്